ഹായ് ഹലോ. ഇത് മഹാരാഷ്ട്ര വ്ളോഗിൻ്റെ ഫൈനൽ പാർട്ടാണ് കേട്ടോ. ഇന്ന് നമ്മൾ നാട്ടിലേക്ക് പോവാണ്. അപ്പം ഇതാണ് കേട്ടോ ശ്രുതി എന്ന് പറയുന്ന സിറ്റി. അപ്പോൾ ഇവിടെ ശ്രുതി സായിബാബയുടെ വലിയൊരു സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര കാമായിട്ടുള്ളൊരു സിറ്റിയാണ്. നമുക്ക് ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ ഫ്ലൈറ്റ്. അപ്പോൾ നമ്മളൊരു വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് നമ്മൾ എയർപോർട്ടിലോട്ട് പോവാണ്. അപ്പോൾ പോകുന്ന വഴി നമുക്കൊരു ആശ്രമമുണ്ട്. അവിടെ ഒരു വില്ലേജ് ഉണ്ട് കേട്ടോ ശ്രുതി സായിബാബയുടെ. അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കണ്ടിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 11 മണി ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു 1 മണിക്കാണ് ചെക്കിങ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് എത്തിയാൽ മതി. അപ്പോൾ കുഞ്ഞുമണി ഭയങ്കര ബഹളമാണ്. എന്നെ അപ്പച്ചി എന്നൊക്കെ വിളിക്കുകയാണ് കേട്ടോ. എൻ്റെ അനിയനെ മാത്രമേ പുള്ളിക്കാരൻ ആകെ പേടിയുള്ളൂ. അവന് മാത്രമേ ഇവനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ആ ഗ്രാമത്തിലെത്തി. അപ്പം നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഇവിടെ പെർ ഹെഡ് 120 റുപ്പീസാണ് കേട്ടോ ഒരാൾക്ക്. അതെൻ്റെ ചേട്ടനാണ് കേട്ടോ നടന്നു പോണത്. കുഞ്ഞുമണിയുടെ പുറകിന് പോവാണ്. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാനായിട്ട്. നല്ല രസമുണ്ട്. ഇതാണ് അതിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത്. അടിപൊളിയാണ് കേട്ടോ. ഓരോ സ്റ്റാച്യൂസൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ നല്ല രസമാണ്. ഇതെന്ന് പറയുന്നത് ബാബ എങ്ങനെയാണ് ഇവിടെ വന്നത്, ഇവിടെ വന്ന ആൾക്കാർക്ക് എന്തൊക്കെയാണ് ചെയ്ത് കൊടുത്തത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ കൂടുതലും ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പം മൊത്തത്തിൽ നമുക്കൊരു 5 മിനിറ്റോളം കാണാനുള്ളതുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ നല്ല രസമാണ് കേട്ടോ. പഴയ കാര്യങ്ങളും പഴയ രീതിയും എല്ലാം നല്ല രസമാണ്. ഇത് റംബൂട്ടാനല്ല കേട്ടോ, ഇത് സപ്പോട്ടയുടെ മരമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ സപ്പോട്ടയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആത്തിച്ചക്കയും ഞാൻ കണ്ടു കേട്ടോ. രണ്ടിനും അത്യാവശ്യം വിലക്കുറവൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ കൊല്ലം സൈഡിൽ ആത്തിച്ചക്ക എന്നാണേ പറയുന്നത്. പിന്നെ ഇവിടെ ചുറ്റി നടന്ന് കാണാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ റൈഡുണ്ട്, ക്യാമൽ റൈഡ്, അതുപോലെ തന്നെ ഹോഴ്സ് റൈഡൊക്കെ ഉണ്ട്. ഇത് കുഞ്ഞുമണിയുടെ നടത്താണ് കേട്ടോ. പുള്ളിക്കാരൻ ഒരു സ്റ്റൈലിലാണ് നടക്കുന്നത്. പിന്നെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ പുള്ളിക്കാരന് ഡാൻസ് കളിക്കണം. പക്ഷെ എന്നോട് അത്ര അടുപ്പമില്ല കേട്ടോ. എന്നോട് അങ്ങനെ വരുത്തില്ല. പക്ഷേ എന്നെ അപ്പച്ചി എന്നൊക്കെ വിളിക്കും. പക്ഷെ പുള്ളിക്കാരൻ മൂഡുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ അടുത്ത് ഞാൻ എടുത്താൽ വരുള്ളൂ കേട്ടോ. ഇതിപ്പം ഞാൻ അവനോട് ഡാൻസ് കളിക്കാൻ പറഞ്ഞിട്ട് അവൻ എന്നെ മൈൻഡ് പോലും ആക്കുന്നില്ല. നോക്കിക്കേ, അതെൻ്റെ കുഞ്ഞമ്മയാണ് കേട്ടോ. കുഞ്ഞമ്മയും ചേട്ടനാണ് അപ്പുറത്ത് ഇരിക്കുന്നത്. ഞാൻ എന്നിട്ട് ഇങ്ങനെ തുള്ളിയൊക്കെ നോക്കുന്നുണ്ട്. അവിടെ അവൻ എന്നെ മൈൻഡ് പോലും ചെയ്തില്ല. പിന്നെ ഒരു ക്ലിപ്പിനകത്ത് അവൻ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നൊരു വീഡിയോ എനിക്ക് കിട്ടിയിട്ടോ. അതാണ് ഞാൻ ഈ ആഡ് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടുന്ന് നമ്മളിനി നേരെ ഫുഡ് വാങ്ങി എയർപോർട്ടിലോട്ട് പോവാണ് കേട്ടോ. നമുക്ക് 1 മണിയാകുമ്പോൾ കയറണം. കാരണം അതൊരു ചെറിയ എയർപോർട്ടാണ്. അപ്പം ഭയങ്കര തിരക്കാണ് കേട്ടോ. പിന്നെ ഇത് മറ്റേ ബൊമ്മ ഡാൻസ് ഇല്ല, അതാണ് കേട്ടോ. ഇത് നല്ല രസമുണ്ടായിരുന്നേ കാണാനായിട്ട്, അടിപൊളിയായിരുന്നു. പിന്നെ ഇവിടുന്ന് നമ്മൾ നേരെ പോണത് എയർപോർട്ടിലോട്ടാണ്. എയർപോർട്ടിൽ ചെന്നു, നമ്മൾ ബോർഡിങ് ചെയ്തു. നമ്മളിനി പ്ലെയിനിലോട്ട് കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ബസ് കാത്ത് നിൽക്കുകയാണ് കേട്ടോ. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ ബാംഗ്ലൂർ, പിന്നെ ബാംഗ്ലൂർ ടു കൊച്ചി. അത് കഴിഞ്ഞ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, ട്രെയിൻ ടിക്കറ്റ്. പിന്നെ നമ്മൾ നോർത്തിൽ പോയിട്ട് ട്രെയിൻ കയറി നമ്മൾ പിന്നെ വീട്ടിൽ ഓട്ടോ എല്ലാം എടുത്തിട്ട് വീട്ടിൽ പോകണം. അപ്പോൾ ഓക്കെ, ബൈ.